വെൽക്കം ടു എ ന്യൂ വ്ലോഗ് ഓഫ് വിത്ത് മീ ലിമു. ഇപ്പൊ സമയം 7:30. ഹായ്, ഞങ്ങള് ഐൽ ഓഫ് വൈറ്റിലേക്ക് ഒരു ഡേ ട്രിപ്പ് പോവാണ്. പതിവ് പോലെ നമ്മൾ കാറൊന്നുമല്ല, ഞങ്ങളൊന്ന് മാറ്റി പിടിച്ച് ഒരു ടൂർസ് ആൻഡ് ട്രാവൽസുകാരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ ഒരു പാക്കേജ് ത്രൂ ആണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പം 7:45 നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ബസ് വരും. അപ്പം നമുക്ക് ബസ്സും ഉണ്ട്, ബസ്സിൻ്റെ കൂടാതെ നമുക്ക് ഫെറിയും ക്രോസ് ചെയ്യാനുണ്ട്. എന്നിട്ട് വേണം നമുക്ക് ഐലൻഡിലേക്ക് എത്താൻ. ബീച്ച് തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടെ രസമുള്ള ബീച്ചാണ്. സമ്മർ ആയത് കാരണം ബീച്ച് മോഡാണ് ഇപ്പം. അപ്പം നമുക്ക് ഇന്ന് ഐൽ ഓഫ് വൈറ്റിലെ കാഴ്ചകളും അതിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും ഒക്കെ കാണാം. സോ ഹായ്, ഇന്ന് നമ്മളെ കൂടാണ്ട് ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ശ്രീരാഗ്, അവനും നമ്മളുടെ കൂടെ ഒന്ന് വരുന്നുണ്ട്. അവൻ ആദ്യം എത്തി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് കേട്ടോ. ഹായ്, ശ്രീരാഗ് ഒരു ഹായ് പറഞ്ഞേ, ലോകാണ്. അപ്പൊ ദേ നമുക്ക് പോകാനുള്ള ബസ് അവിടെ വന്നിട്ടുണ്ട്. ആ കിടക്കുന്ന നീല ബസ്സാണ് നമുക്ക് പോകേണ്ടത്. വേഗം പോയി കയറാം. ഒത്തിരി പേരുണ്ടെന്ന് തോന്നുന്നു ടീ സ്റ്റോപ്പിൽ നിന്ന്. ആ ഓടുന്നവരൊക്കെ നമ്മുടെ ബസ്സിൽ കയറാനുള്ള ആൾക്കാരാ. വേറെ സ്റ്റോപ്പ് ഉണ്ട്, അവിടെയൊക്കെ നിർത്തിയിട്ട് എനിക്ക് തോന്നുന്നു അവിടെ ഇല്ല, ഇവിടെ നിന്നാണ് എല്ലാവരും ഇവിടെ നിന്ന് കയറുന്ന ആൾക്കാരാ. ശ്രീരാഗ് അങ്ങനെ നമ്മൾ ഫെറിയിൽ കയറി കേട്ടോ. നമ്മളവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ്സിലിരിക്കാനൊന്നും പറ്റില്ല. നമുക്ക് എല്ലാവരും ഇറങ്ങി ഇവിടെ കയറണം എന്ന്. 45 മിനിറ്റ്സ് നമ്മൾ ഇനി ഇതിനകത്താണ്. അവിടെ എത്താറാകുമ്പോഴത്തേക്കും ഇവിടെ അനൗൺസ്മെന്റ് വരും. അപ്പം നമ്മളെല്ലാവരും തിരിച്ച് നമ്മളുടെ ബസ്സിലേക്ക് തിരികെ പോകണം. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാം. മുകളിൽ നിന്ന് കാണാൻ അടിപൊളിയാട്ടോ, ഒന്നും പറയാനില്ല. അത് നല്ല വ്യൂ അവിടെ നിൽക്കാൻ. നല്ല തിരക്കുമാണ്, നല്ല കാറ്റുമുണ്ട്. എനിക്കൊണ്ട് ഇവിടെ കയറിക്കുന്ന ആൾക്കാർ മുഴുവൻ ഇവിടെ മുകളിൽ വന്നാണ് നിൽക്കുന്നത്. എല്ലാവരും ഇവിടെ നിന്ന് ഈ വ്യൂ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ 4 ആളും കൂടെ താഴത്തോട്ട് ഇറങ്ങുകയാണ്. ഇവിടെ ചെറിയൊരു കഫറ്റേരിയ പോലെയുണ്ട്. ഞങ്ങളാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചൊക്കെ വരുമ്പോഴേക്കും നമ്മൾ അപ്പുറത്തെ സ്ഥലത്തെത്തും. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണാൻ നടന്ന്.
നമ്മളങ്ങനെ ഐൽ ഓഫ് വൈറ്റിന്റെ മെയിൻ അട്രാക്ഷനായ നീഡിൽസിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി ഇവിടുന്ന് ചെയർ ലിഫ്റ്റ് എടുത്തിട്ട് വേണം താഴേക്ക് ഇറങ്ങാനായിട്ട്. അപ്പൊ നമുക്ക് ചെയർ ലിഫ്റ്റ് ടിക്കറ്റ് എടുക്കാൻ ക്യൂ ഉണ്ട്. ഇതൊക്കെ ഇങ്ങോട്ടുള്ള ക്യൂ ആണ്, ഞാൻ കാണിച്ചു തരാം. ഈ ക്യൂവില് നമുക്കും ജോയിൻ ചെയ്യാം. എന്നിട്ട് ടിക്കറ്റ് എടുത്ത് നമുക്ക് താഴെ ബീച്ചിലേക്ക് ഇറങ്ങാം. അവരൊക്കെ പുറകെ വരുന്നുണ്ട്, ഓരോരുത്തരായിട്ട്. അങ്ങനെ ഒത്തിരി നേരം ക്യൂ നിന്ന് നമുക്കും ടിക്കറ്റ് കിട്ടി. ഇതിൽ കയറിയാൽ നമുക്ക് സുഖമായിട്ട് ഇതിനകത്ത് ഇരുന്ന് താഴേക്ക് ഇറങ്ങാം. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ദൂരം നടക്കേണ്ടി വരും. അപ്പം ഇതാകുമ്പോൾ ഈസി ആക്സസ് ആണ്, നമുക്ക് ഇതിനകത്ത് പോയാൽ മതി. നല്ല വ്യൂ ഒക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ അടിപൊളിയായിട്ട് പോവാം. സത്യം പറഞ്ഞാൽ ഈ ഒരു സാധനത്തിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഐൽ ഓഫ് വൈറ്റ് വരെ വന്നത്. എന്തോരം റീൽസ് കണ്ടിട്ടുണ്ടെന്ന് അറിയാവോ ഇതിൻ്റെ. അന്ന് തൊട്ടേ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ പലപ്പോഴും വരാൻ പറ്റിയിട്ടില്ല. അപ്പോഴേക്കും പ്ലാൻ മാറും, വേറെ എങ്ങോട്ടെങ്കിലും പോവും. അങ്ങനെ ഫൈനലി ഞങ്ങളും ഇവിടെ എത്തി. അങ്ങനെ നമ്മളിത് ബീച്ചിലേക്ക് ഇറങ്ങി. ഇവിടുത്തെ ബീച്ചുകൾക്കൊക്കെ ഇങ്ങനെ നിറച്ച് ചെറിയ ചെറിയ സ്റ്റോൺസ് ആയിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഈ കടപ്പുറത്ത് നല്ല മണലല്ലേ കാണാറ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ കുഞ്ഞു കുഞ്ഞു പെബിൾസ് ആയിരിക്കും നിറച്ചും. അത് കാരണം നമുക്ക് ചെരുപ്പ് ഊരിയിട്ടിട്ട് നടക്കാന്നൊക്കെ പറഞ്ഞാൽ കാലിൻ്റെ അടിയിലേക്ക് ഇതിങ്ങനെ കുത്തിക്കയറും. അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ ഇട്ട് തന്നെ ഇങ്ങനെ നടക്കാം കേട്ടോ. ഇത് ശരിക്കും നീഡിൽസ് ബീച്ച് ഈ ആലമ്പയുടെ അടുത്താണ്. ആലമ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പുറത്തോട്ട് തിരിയുമ്പോൾ കാണിച്ചു തരാം. നമ്മളുടെ ഈ മണലുകൾ, അതായത് ഈ പാറയുടെ അവിടെയുള്ള മണലുകൾ പല പല കളറാണ്. മൾട്ടി കളേർഡ് ആയിട്ടുള്ള സാൻഡാണ് ഇവിടെ. അത് നല്ല ഭംഗിയാട്ടോ. കണ്ടോ, ഇത് നോക്കി എന്ത് ചെറിയ കല്ലുകളാന്ന് നോക്കിയാൽ നിറച്ചും. ഇവിടെ അടുത്ത് നിന്ന് കല്ല് എറിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അപ്പോൾ ഇങ്ങനെ കണ്ടോ. കണ്ടോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആലം ബേ. ആ മണ്ണിൻ്റെ, അതായത് ആ പാറയുടെ അവിടെയുള്ള ആ മണ്ണിൻ്റെ കളറുകൾ കണ്ടോ, മൾട്ടി കളറാണ്. ഇവിടെ വൈറ്റ്, യെല്ലോ, റെഡ്, കുറച്ചങ്ങോട്ട് നീങ്ങി കഴിയുമ്പോൾ ഇച്ചിരിയും കൂടി ഒരു ഡാർക്കർ ഷെയ്ഡിലേക്ക്, അങ്ങനെ പല പല ലെയറായിട്ടുള്ള കളറുകളാണ് ഇവിടെ കാണാൻ പറ്റുക. കണ്ടോ എന്ത് രസം അത് കാണാനായിട്ട്. അങ്ങനെ ഇവിടെയുള്ള വെള്ളത്തിലെ കളികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മുകളിലേക്ക് തന്നെ പോവാണ്. ചെയർ ലിഫ്റ്റിൽ തന്നെ, അല്ല ഇവനെ നമ്മൾ ചുറ്റി നടക്കണ്ടേ, നമ്മളെ കൊണ്ട് അത്രയും നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെയർ ലിഫ്റ്റിൽ തന്നെ കയറി തിരിച്ച് മുകളിലേക്ക് പോവാണ്. ശരിക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യണോട്ടോ. നമുക്ക് കാണുമ്പോൾ കുറച്ചത് എന്താ പറയുക, ഡേഞ്ചറാന്നൊക്കെ തോന്നും. വലിയ സേഫ്റ്റിയും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ. എന്നാലും അത് ഓക്കെയാണ് അതിനകത്ത് ഇരിക്കാൻ, നമുക്ക് സുഖമായിട്ടിരിക്കാം. ഒരു കൊച്ചങ്ങ് ഒറ്റയ്ക്കിരുന്ന് പോകണമുണ്ടോ, അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. കാണുമ്പോൾ ഇച്ചിരി നമുക്ക് ഒരു ഇത് തോന്നുള്ളൂ. പക്ഷെ അതിനകത്ത് കയറി കഴിയുമ്പോൾ പറയാം, സംഭവം ഭയങ്കര കൂളാണ്. നമുക്ക് ഭയങ്കര എന്താ പറയുക, റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് രസമായിട്ട് അത് എൻജോയ് ചെയ്താറായിട്ട് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മളൊരു സോവനീർ ഷോപ്പിൽ കയറി. എവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കണമല്ലോ. അപ്പം നോക്കി വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ലിയാമിനെ കണ്ടുപിടിച്ചു. ലിയാം ആക്ച്വലി ഇവിടെ ഒരു കോമൺ നെയിമാണ്. അത് കാരണം നമുക്ക് എവിടെ പോയാലും ഇവന്റെ പേര് നമുക്ക് എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ രൂപത്തിൽ കിട്ടും. അപ്പം അതൊരെണ്ണം മേടിച്ച്.
ഞങ്ങൾ തിരിച്ച് ബസ്സിൽ കയറി വന്ന വഴിയിലൂടെ തന്നെ നമ്മളത് മൊത്തം പോകണം. ഞങ്ങളിപ്പോൾ അതേ ഫെറിയിലേക്ക് അടുക്കാറായി. അങ്ങടേക്ക് നമ്മൾ എത്തി. അങ്ങനെ നമ്മുടെ ഐൽ ഓഫ് വൈറ്റ് ട്രിപ്പ് കഴിഞ്ഞു. 1 ഡേ ട്രിപ്പ് ആയിരുന്നു കേട്ടോ. നമ്മൾ ജസ്റ്റ് ആ നീഡിൽ ചെയർലിഫ്റ്റ് അവിടെ പോയി, പിന്നെ ഒരു സാൻഡൗൺ ബീച്ച് പോയി. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ബസ്സിൽ കയറി വന്ന് ഫെറിയിലെത്തി. ഫെറി മൂവ് ചെയ്ത് തുടങ്ങിട്ടോ. നമ്മൾ ഷിപ്പ് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു 3-4 മണിക്കൂറിനുള്ളിൽ നമ്മൾ തിരിച്ച് വീട്ടിലെത്തും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. ആൻഡ് വിത്ത് മീ ലിമു പറയാനായിട്ട് ലിമു അവിടെ കളിയിലാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും കാണാം. ബൈ. Welcome aboard the Red Falcon. Please listen very carefully to the following safety announcement. In the unlikely event of emergency, you will be able to continue with sounding from the ship's alarm. Additionally, the master may make an announcement over this public address system. Remain calm and proceed to assembly point 1 or 2.